ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നൂഡിൽസിൻ്റെ ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് വേണ്ടി ഞാൻ ഇപ്പിയുടെ 2 നൂഡിൽസിൻ്റെ പാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മീഡിയം സൈസുള്ള സവാള കൊത്തി അരിഞ്ഞത്, പിന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, പിന്നെ ചെറിയൊരു മുളകും, പിന്നെ കറിവേപ്പിൻ്റെ ഇലയും, പിന്നെ ഒരു മുട്ടയും. നമുക്ക് നൂഡിൽസ് വേവിക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക കേട്ടോ. വന്നിട്ടാണ് നമുക്ക് നൂഡിൽസ് ഇടാൻ. ആ സമയം നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാന് അടുപ്പത്ത് വെക്കാം. അപ്പം ഈ പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള ചേർത്ത് കൊടുത്താണ് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. ആ സമയം നമ്മൾ നൂഡിൽസിന് കുക്ക് ചെയ്യാനുള്ള വെള്ളം ഒന്ന് നോക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നൂഡിൽസിൻ്റെ പേക്ക് പൊട്ടിച്ചിടാം. എല്ലാം ചെറുതാക്കി പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നൂഡിൽസിൻ്റെ ഒപ്പം കിട്ടണ മസാല പാക്കറ്റില്ലേ, അതും കൂടി പൊട്ടിച്ച് ചേർക്കുക കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് വേവിക്കണം. അപ്പോൾ അടച്ച് വെച്ചത് കുറച്ച് നേരം അടുപ്പത്ത് തന്നെ നിന്നോട്ടെ. ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഒരു ഏകദേശം ഒരു വേവായിട്ടുണ്ട്, ഒന്ന് വായന്ന് വന്നിട്ടുണ്ട്. ഇവരെ ലോ ഫ്ലെയിമിലായിരുന്നു, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ്, ഇതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടാൽ പെട്ടെന്ന് വായന്ന് കിട്ടിക്കോളൂ കേട്ടോ. ഇത് ഏകദേശം വേഗമാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു കളർ ചേഞ്ചിനാണ്, അധികമൊന്നും ആവണ്ട കേട്ടോ. ആയിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അടച്ച് വെക്കാം. നമ്മളിത് മാഗി വെന്തുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഏകദേശമൊക്കെ വേവായിട്ടുണ്ട്. നമുക്കിതൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഇത് ഊറ്റിയെടുക്കണം കേട്ടോ. നൂഡിൽസ് അധികം വെന്ത് പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെന്താൽ അത് നല്ലോണം ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി നോക്കാം. ഏകദേശമൊക്കെ വേവായിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വെറുതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക സിമ്മിലിട്ട്. കുറച്ച് നേരം 2-3 മിനിറ്റ് അങ്ങനെ ഇട്ടുകൊണ്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മുട്ട തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു ആവശ്യത്തിനുള്ള ഉപ്പിട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യുക കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഈ സമയമൊക്കെ നമ്മുടെ ഉള്ളി ഇവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിം ആയി കൊടുത്താണ്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഏകദേശം ഒരു ബ്രൗൺ നിറമാകുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞിച്ച ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ചേർത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്.
ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. എടുത്ത് നന്നായിട്ട് ചേർത്തിളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഏകദേശമൊക്കെ ഇങ്ങനെ വടി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ബ്രൗൺ നിറമായി. ഇത്രയൊക്കെ ബ്രൗൺ നിറമാകുള്ളൂ, കാരണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ലേ, അപ്പം ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ മുട്ട മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയം ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതിലൊക്കെ ചേർത്തുങ്ങാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഈ ഉള്ളി മിക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ നൂഡിൽസ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കണം. നൂഡിൽസാണ്, അത് നല്ലോണം കട്ട പിടിച്ച് കാണും. അപ്പോൾ അതൊക്കെ വേർതിരിച്ച് കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.